എൻ്റെ പേര് സനൂപ്. ഞങ്ങളുടെ വീട് വരുന്നത് തൃശ്ശൂരുള്ള ചാലക്കുടിയിലാണ്. ഞങ്ങളുടെ വീടിൻ്റെ സ്ട്രക്ചറൽ വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ടഫ് ടൈം എന്നൊക്കെ പറഞ്ഞത് ഒരു നല്ലൊരു ഇൻറ്റീരിയർ ഫ്രെയിമിനെ ചൂസ് ചെയ്യാന്നുള്ളതായിരുന്നു. കാരണം നമ്മൾ ലൈഫിൽ ഒരിക്കലാണ് നമ്മൾ വീട് പണിയുന്നത്. അപ്പോൾ ഏറ്റവും ഭംഗിയായിരിക്കണം ഞങ്ങൾക്ക് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ചൂസ് ചെയ്യണതിനേക്കാൾ മുന്നേ അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് അതിൽ ഏറ്റവും ബെസ്റ്റ് തന്നെ ചൂസ് ചെയ്യുന്ന എനിക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ ഞാൻ ഇൻറ്റീരിയറിൻ്റെ കാര്യങ്ങൾ വന്നപ്പോൾ ഞാൻ ഒരു 2-3 ഫ്രെയിമുകൾ ഞാൻ നോക്കി. അപ്പോൾ ചില ഫ്രെയിമുകൾ ഭയങ്കര ഓവർ പ്രൈസ് ആയിരുന്നു, ചില ഫ്രെയിമുകൾ ലോ കോസ്റ്റ് ആയിരുന്നു, പക്ഷേ അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി ഇറ്റ്സ് വെരി പുവർ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൃശ്ശൂർ ഒല്ലൂരുള്ള നെസ്റ്റോറിയനെ കുറിച്ച് എൻ്റെ ഫ്രണ്ട് പറയണേ. ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു. അതിൽ സനോജ് ചേട്ടനും മിറാൻഡ മാമും അവരെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ വളരെ നല്ല അപ്രോച്ച് ആയിരുന്നു അവരുടെ. അവർ ഞങ്ങൾക്ക് 2D അയച്ചു തന്നു. ഡിസ്കഷൻ കഴിഞ്ഞ് 3D അയച്ചു തന്നു. ഞങ്ങൾക്കിപ്പോൾ 3D അയച്ചു തന്നതിൽ എക്സാക്റ്റ് സെയിം തന്നെയാണ് ഇവിടെ വന്നത്. കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ട് കുറച്ചും കൂടി മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ യൂഷ്വലി ഞാൻ കണ്ടിരുന്നത് ഒരു പാറ്റേൺ തന്നിട്ട് ഇപ്പോൾ കൂടുതൽ വരുന്നുണ്ട്, ചില ഫെയിമുകളൊക്കെ അതിന് എക്സ്ട്രാ പൈസ വാങ്ങി അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇവർ അങ്ങനത്തെ ഒന്നുമില്ല, അവരുടെ ഭാഗത്ത് പരമാവധി കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ മെയിൻ കൺസേൺ ഞങ്ങളുടെ കിച്ചണെ കുറിച്ചായിരുന്നു. കാരണം ഞങ്ങൾക്ക് കിച്ചണിൽ ഭയങ്കര സ്പേസ് കുറവായിരുന്നു. എന്നാൽ ഒരു മോഡുലാർ കിച്ചൺ വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നെസ്റ്റോറിയ ഗ്രൂപ്പിനോട് പറഞ്ഞപ്പോൾ അവരത് വളരെ മനോഹരമായിട്ട് എല്ലാ ആക്സസറീസും ഇൻക്ലൂഡ് ചെയ്യിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കൺസെപ്റ്റുള്ള അതേ ഒരു കിച്ചൺ ഞങ്ങൾക്ക് ഒരുക്കി തന്നു. പിന്നെ എനിക്ക് വേറൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് തോന്നിയത് ഈച്ച് ആൻഡ് എവറി സ്റ്റേജിൽ വന്നിട്ട് വർക്കിൻ്റെ പ്രോഗ്രസ് നോക്കുന്നുണ്ടായിരുന്നു, വർക്കേഴ്സിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ പ്ലാനിങ് സ്റ്റേജിൽ നമുക്ക് കോർട്ട്യാർഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മളത് അവരോട് നെസ്റ്റോറിയക്കാരോട് പറഞ്ഞപ്പോൾ അവരത് വളരെ മനോഹരമായ രീതിയിൽ എന്നാൽ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്കത് നടത്തി തന്നു. പിന്നെ ഇനിയും എനിക്കിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്സിനെ വേറെ ആർക്കെങ്കിലും എനിക്ക് ധൈര്യപൂർവ്വം എനിക്ക് ഇവരെ സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്.